നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തഹാവൂർ റാണയുടെ അവസാന ശ്രമവും പാളി. മുംബൈ ഭീകരാക്രമണ കേസ് മുഖ്യ സൂത്രധാരനെ US ഉടൻ നാടുകടത്തും. റാണയുടെ അപേക്ഷ തള്ളി US സുപ്രീം കോടതി. വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചത് മനഃപൂർവമായ നരഹത്യ തന്നെ. ഭർത്താവ് സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. വൈദ്യസഹായം ലഭിച്ചിരുന്നുവെങ്കിൽ യുവതി മരിക്കില്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ മുസ്ലിം പണ്ഡിതർ ഇടപെടണമെന്ന് ഹിന്ദു ഐക്യവേദി. വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആക്വിഷ് സംഘടനയുടെ ആസ്ഥാനം മലപ്പുറം. കരുവന്നൂരിൽ കെ രാധാകൃഷ്ണന് അഗ്നിപരീക്ഷ. കള്ളപ്പണക്കേസിൽ MPയെ ED ഇന്ന് ചോദ്യം ചെയ്യും. രണ്ടാം ഘട്ട കുറ്റപത്രവും ഇന്ന് സമർപ്പിക്കും. ഗതാഗത മന്ത്രിയെ വെല്ലുവിളിച്ച് പാലക്കാട് നഗരസഭ. KSRTC ബസ് സ്റ്റാൻഡിന് നമ്പർ നഗരസഭ നൽകുന്നില്ലെന്ന് ഗണേഷ് കുമാർ. ചട്ടങ്ങൾ പാലിച്ച് അപേക്ഷിക്കണമെന്ന് നഗരസഭ. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ ചട്ടലംഘനമെന്നും നഗരസഭ. ആണവ പദ്ധതികളിൽ ഇറാനുമായി നേരിട്ട് ചർച്ച നടത്തുന്നെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വഴങ്ങിയില്ലെങ്കിൽ ഇറാന് നേരെ സൈനിക നടപടിയെന്നും ട്രംപ്. ഗാസ സംഘർഷം ഉടൻ അവസാനിക്കും. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് ചർച്ചയിൽ ശുഭസൂചന. US ചൈന വ്യാപാര യുദ്ധം മുറുകുന്നു. ചൈനയ്ക്ക് മേൽ 50% അധിക നികുതിയുമായി അമേരിക്ക. US-നെതിരെ ചുമത്തിയ നികുതി ചൈന പിൻവലിക്കണമെന്ന ആവശ്യം. ആഗോള വ്യാപാര യുദ്ധത്തിൽ തകർന്ന് ക്രൂഡ് ഓയിൽ വില. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ആവേശ ജയം. വിജയശില്പി നായകൻ രജത് പട്ടിദാർ. ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത ലക്നൌവിനെയും പഞ്ചാബ് ചെന്നൈയെയും നേരിടും. നമ്മൾ അയ്യന്റെ സന്നിധിയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. എന്തായാലും 7ാം തിരുവുത്സവ പ്രഭയിലാണ് അയ്യന്റെ സന്നിധാനം. ഉത്സവ ബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. വലിയ തിരക്കില്ലാത്തതിനാൽ ഭക്തജനങ്ങൾക്ക് ഉത്സവ നാളുകളിൽ സുഗമമായ ദർശനം സാധ്യമാകുന്നുമുണ്ട്. 10ാം തീയതി പള്ളിവേട്ടയും 11ാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും. മിഥുൻ മുരളി ചേരുന്നു അവിടെ നിന്നും. മിഥുൻ, സ്വാമി ശരണം. എന്തൊക്കെയാണ് ഇന്നത്തെ അയ്യന്റെ സന്നിധാനത്തുള്ള പ്രധാന പൂജകൾ? അവിടെ തിരക്ക് ഏത് രീതിയിലാണ് അനുഭവപ്പെടുന്നത്? മറ്റു വിവരങ്ങൾ. രോഹിണി, സ്വാമി ശരണം. അയ്യപ്പസ്വാമിയുടെ തിരുവുത്സവത്തിന്റെ ശ്രേഷ്ഠമായ ചടങ്ങുകളുടെ ചൈതന്യത്തിൽ ദർശനം നടത്തി നിർവൃത്തി നേടുകയാണ് ഈ ദിവസങ്ങളിലെത്തിയ ഭക്തജനങ്ങളെല്ലാം. ഇന്ന് 7ാം തിരുവുത്സവമാണ്. രാവിലെ നട തുറന്ന് പതിവ് പൂജകൾ, ഉഷപൂജ അടക്കമുള്ള പൂജകൾ പൂർത്തിയാക്കി രാവിലെ 10:30 ഉച്ചപൂജ നടക്കും. ഉത്സവബലി ചടങ്ങുകൾ നേരത്തെ നടക്കുന്നത് കൊണ്ടാണ് തിരുവുത്സവ നാളുകളിൽ ഉച്ചപൂജ രാവിലെ 10:30 ആരംഭിക്കുന്നത്. കലശാഭിഷേകവും കളഭാഭിഷേകവും അടക്കമുള്ള ചടങ്ങുകളോടുകൂടി ഉച്ചപൂജ പൂർത്തിയാക്കി രാവിലെ 11:00 ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം 3 മണിക്കൂറിനടുത്ത് ഉത്സവബലി ചടങ്ങുകളുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഉത്സവബലി ദർശനം. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് വൈകിട്ട് 6:30 ദീപാരാധന, 7 മണിക്ക് പടിപൂജയുണ്ട്. 7:45 മുളപൂജ, 9 മണിയോടുകൂടി ശ്രീഭൂതബലി, 9:30 വിളക്കെഴുന്നള്ളിപ്പ്, രാത്രി 10:00 ഹരിവരാസനം പാടി നടയടയ്ക്കും. ശ്രേഷ്ഠമായിട്ടുള്ള ചടങ്ങുകളിലൂടെയാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. പടിപൂജയും ശ്രീഭൂതബലിയും ഉത്സവബലിയും എല്ലാം കണ്ട് തൊഴുത് നിർവൃതി നേടി ഭക്തജനങ്ങൾ ഇങ്ങനെ സന്നിധാനത്ത് തിരുമുറ്റത്തുമൊക്കെയായിട്ട് കാത്തു നിൽക്കുമ്പോൾ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് ഈ തിരുവുത്സവ നാളുകളിൽ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ശരണമന്ത്രമുഖരിതമായി അയ്യന്റെ
വിളക്കെഴുന്നള്ളിപ്പും ഉത്സവബലിയും എല്ലാം കണ്ട് തൊഴുത് നിർവൃതി നേടി മടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങൾ. എല്ലാം രാത്രി ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുന്നത്. കൊടിമരച്ചുവട്ടിൽ ഇന്ദ്രാദി ദേവതകൾക്കും ക്ഷേത്രപാലകർക്കും എല്ലാം ഹവിസ് അർപ്പിച്ചതിന് ശേഷം ഈ ചടങ്ങുകളിലേക്ക് കിടക്കും. ശ്രീഭൂതബലി രാത്രി 9 മണിയോടുകൂടി ആരംഭിക്കും. ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിന് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് പ്രധാന ചടങ്ങ് നടക്കും. രാവിലെ 10:30 ഉച്ചപൂജ പൂർത്തിയാക്കി 11:30യോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലിയുടെ ചടങ്ങുകളും നടക്കും. ഈ തിരുവുത്സവ ചടങ്ങുകൾക്ക് പുറമെ പതിവ് പൂജകളായിട്ടുള്ള പടിപൂജ വൈകിട്ട് 7 മണിയോടുകൂടി ഉണ്ട്. ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്തൊന്നും ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. ഇവർ മേൽപ്പാലത്തിലും താടപ്പന്തലിലും താഴെ കൊടിമരച്ചുവട്ടിലും എല്ലാമായി കാത്തു നിന്നുകൊണ്ടാണ് ഈ ഉത്സവത്തിന്റെ ചടങ്ങുകൾ ദർശിക്കുകയും ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. ഇന്നും തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കും സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. കഴിഞ്ഞ 7 ദിവസമായി നമ്മൾ ശബരിമലയിൽ നിന്നും കാണുന്നതും സുഗമമായ ദർശനം നടത്തി സന്തോഷ നിർവൃതിയോടെ മടങ്ങുന്ന ഭക്തജനങ്ങളെ ആയിരുന്നു. ആ കാഴ്ച തന്നെയാണ് ഇന്നും കാണാൻ കഴിയുന്നത്. ശരാശരിക്കടുത്ത് ഭക്തജന തിരക്കാണ് ഇന്ന് രാവിലെയും അനുഭവപ്പെടുന്നത്. വലിയ തിരക്കില്ല. സാവധാനം 18ാം പടി കയറാം, തൊട്ട് തൊഴുത് 18ാം പടി കയറാം. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ അപൂർവമായിട്ടാണ് ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നത്. ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന ദിവസങ്ങളിലൊന്നും അങ്ങനെ 18ാം പടി തൊട്ട് വണങ്ങി സാവധാനം ഒന്നും ഭക്തജനങ്ങൾക്ക് 18ാം പടി കയറാനുള്ള അവസരം ഉണ്ടാവുകയില്ല. ധൃതിയോടുകൂടി തിരക്കോടുകൂടി വളരെ വേഗത്തിൽ 18ാം പടി കയറേണ്ടി വരും. പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും അങ്ങനെയല്ല കാഴ്ചകൾ. 18ാം പടിയൊക്കെ തൊട്ട് തൊഴുത് ഓരോ പടിയും തൊഴുതൊക്കെ കയറുന്നതിനുള്ള സാഹചര്യം ഭക്തജനങ്ങൾക്ക് ഉണ്ട്. ആ കാഴ്ചകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം നിർവൃതിയോടുകൂടിയാണ് ഭക്തജനങ്ങൾ 18ാം പടി കയറി കൊടിമരച്ചുവട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളത്. കൊടിമരച്ചുവട്ടിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ നേരിട്ട് ബലിക്കൽപുര വഴി ദർശനം നൽകുന്ന ക്രമീകരണമാണ് ഇപ്പോഴും തുടർന്ന് പോരുന്നത്. മീനമാസ പൂജാ സമയത്ത് ക്രമീകരിച്ച നേരിട്ടുള്ള ദർശന സംവിധാനം, ഫ്ലൈ ഓവർ ഒഴിവാക്കിക്കൊണ്ടുള്ള ദർശന സംവിധാനം, ആ രീതി ഇപ്പോഴും പിന്തുടർന്നു പോരുന്നു. ഈ ദിവസങ്ങളിൽ ആ ക്രമീകരണം നടപ്പാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല. കാരണം തിരക്ക് കുറവാണ്. തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിലാണ് ഈ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുക. ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശന ക്രമീകരണം ഈ തിരക്ക് കൂടുന്ന ദിവസങ്ങളിലായിരിക്കും ഇനി ക്രമീകരിക്കുക. ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശനവും ഒപ്പം നേരിട്ടുള്ള ദർശനം, ഈ 2 സംവിധാനങ്ങളും ഒരേ സമയം നടപ്പാക്കിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എന്തായാലും തിരക്ക് കുറവായതുകൊണ്ട് നേരിട്ടുള്ള ദർശന സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നത് പ്രധാനമായും ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്ന സമയത്താണ്. ഈ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉത്സവബലിയുടെയും ശ്രീഭൂതബലിയുടെയും വിളക്കെഴുന്നള്ളിപ്പിന്റെയും ഒക്കെ സമയത്ത് 18ാം പടി കയറി മുകളിലുള്ള ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിലേക്ക് മാറ്റും. ഭക്തജനങ്ങൾ അവിടെയാണ് കാത്തു നിൽക്കുന്നത്. താഴെ നടപ്പന്തലിലും ഈ സമയങ്ങളിൽ ഭക്തജനങ്ങൾ കാത്തു ഉണ്ടാകും. ഇനിയുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് പള്ളിവേട്ട 10ാം ഉത്സവത്തിന്റെ 10ാം തീയതി നടക്കും. രാത്രി 9 മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടും. 10ാം തീയതി രാത്രി 9 മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. അന്ന് പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഭഗവാന്റെ പള്ളിക്കുറുപ്പ് പിറ്റേ ദിവസം പുലർച്ചെ 11ാം തീയതി രാവിലെ ശ്രീകോവിലിൽ പൂജകൾ പൂർത്തിയാക്കി രാവിലെ 9 മണിയോടുകൂടി ഉഷപൂജയും ആറാട്ട് ബലിയും പൂർത്തിയാക്കി ആറാട്ട് ഘോഷയാത്ര പമ്പയിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. ഭഗവാന്റെ ആറാട്ട് കണ്ട് ദർശിക്കുന്നതിന് വേണ്ടി പമ്പയിൽ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക. ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന സാഹചര്യമായിരിക്കും പമ്പയിൽ നമുക്ക് കാണാൻ കഴിയുക. പമ്പയിലും വിവിധ ഭാഗങ്ങളിൽ നിന്നും പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരും എല്ലാമായിട്ട് പമ്പയിൽ വലിയ ഭക്തജന തിരക്കായിരിക്കും ഈ ദിവസം ആറാട്ട് ദിവസം അനുഭവപ്പെടുക. വൈകിട്ട് 4 മണി വരെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തും. ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. പിന്നീട് 4 മണിയോടുകൂടി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ കൊടിയിറങ്ങും. അന്ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ 10ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ ക്രമീകരണം വിഷുക്കണി ദർശനത്തിനുമൊക്കെ ആയിട്ട് കൂടുതൽ ഭക്തജനങ്ങൾ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുവിനോട് അനുബന്ധിച്ച ദിവസങ്ങളിലാണ്. ആ ദിവസങ്ങളുമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് നേരത്തെ തന്നെ ഈ 18 ദിവസത്തിന് വേണ്ടി നട തുറന്നപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ ദിവസങ്ങളിൽ എന്തായാലും സുഗമമായ ദർശനം, വലിയ തിരക്കില്ല. മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരുമൊക്കെ എത്തുന്ന ഭക്തരിൽ കൂടുതലായി എത്തുന്നുമുണ്ട്. രോഹിണി.
ശരി മിഥുൻ, എന്തായാലും ഏഴാം തിരുവുത്സവ പ്രഭയിലാണ് അയ്യൻ്റെ സന്നിധാനം. ഉത്സവ ബലിയും പടിപൂജയും മുളപൂജയും ശ്രീഭൂത ബലിയും വിളക്കെഴുന്നള്ളിപ്പും ഒക്കെയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഈ ഉത്സവ നാളുകളിൽ സുഗമമായ ദർശനം സാധ്യമാകുന്നുമുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. 10-ാം തീയതിയാണ് പള്ളിവേട്ട, 11-ാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും. മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ MP ED ഇന്ന് ചോദ്യം ചെയ്യും. നേരത്തെ ലഭിച്ച 2 സമൻസുകളിലും കെ രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി CPM കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് ചോദ്യം ചെയ്യൽ. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. ക്രമക്കേട് നടന്ന കാലഘട്ടത്തിലെ മറ്റ് ജില്ലാ സെക്രട്ടറിമാരെ ED ചോദ്യം ചെയ്തിരുന്നു. കിരൺ കുമാർ ചേരുന്നു ഇതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി. കിരൺ, എന്തായാലും കള്ളപ്പണ കേസിൽ, കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ MP ED ഇന്ന് ചോദ്യം ചെയ്യും. നേരത്തെ ലഭിച്ച സമൻസുകളിലൊന്നും തന്നെ കെ രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ന് 2ാം ഘട്ട കുറ്റപത്രവും സമർപ്പിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ. രോഹിണി, കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CPMന്റെ ഇടപെടലുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുൻ മന്ത്രിയും ഒപ്പം തന്നെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. ഇതിപ്പോൾ 3ാം തവണയാണ് സമൻസ് അയപ്പിച്ച് കെ രാധാകൃഷ്ണനെ വിളിപ്പിക്കുന്നത്. നേരത്തെ 2 തവണ സമൻസ് അയച്ചിരുന്നെങ്കിലും പാർലമെൻറ്റ് നടക്കുന്നതും ഒപ്പം തന്നെ പാർട്ടി സമ്മേളനത്തിൻ്റെ തിരക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമയം നീട്ടി ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യൽ ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നടത്തിയിട്ടുള്ള, അതായത് CPM ഇടപെടലുകളിൽ നടന്നിട്ടുള്ള ലോണുകൾ അടക്കമുള്ള നിരവധി ക്രമക്കേടുകളുണ്ട്. ഇതിൽ മുൻ സെക്രട്ടറിമാരെ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നതാണ്. AC മൊയ്തീനെയും ഒപ്പം തന്നെ ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസ് അടക്കമുള്ള ആളുകളെയും ചോദ്യം ചെയ്തിരുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നത്. 2016-18 കാലഘട്ടത്തിലായിരുന്നു കെ രാധാകൃഷ്ണൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള നിരവധി ക്രമക്കേടുകളുണ്ട്. CPMന് 5 അക്കൗണ്ടുകൾ ഈ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. മാത്രവുമല്ല, ഈ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ CPM ലഭിച്ചിട്ടുള്ള ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. കൂടാതെ തന്നെ സഹകരണ ബാങ്കിൻ്റെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ചില വ്യക്തികൾക്ക് ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി പ്രത്യേകം കമ്മിറ്റികൾ അടക്കം ഇവിടെ രൂപീകരിച്ചിരുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് EDക്ക് ലഭിക്കുന്നത്. ഇതിനുവേണ്ടി പാർലമെന്ററി കമ്മിറ്റിയും ഒപ്പം തന്നെ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു. ഇങ്ങനെ ക്രമവിരുദ്ധമായിട്ട് ഇത്തരത്തിൽ ലോണുകൾ അനുവദിച്ചുകൊണ്ടായിരുന്നു ഈ സഹകരണ ബാങ്കിൽ തട്ടിപ്പുകൾ നടന്നിരുന്നത് എന്ന കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏതായാലും ഇപ്പോൾ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാരെ കൂടി ചോദ്യം ചെയ്യാനായിട്ട് ED ഒരുങ്ങുന്നത്. ശരി കിരൺ. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കെ രാധാകൃഷ്ണൻ MP ED ഇന്ന് ചോദ്യം ചെയ്യും. നേരത്തെ ലഭിച്ച 2 സമൻസുകളിലും കെ രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല. കിരൺ കുമാറാണ്. ഇലന്തൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ കോടതി വിധി ഇന്ന്. കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഹർജി തള്ളിയാൽ പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തും. കിരൺ കുമാർ ചേരുന്നു ഇതിന്റെ വിവരങ്ങളുമായി. കിരൺ, ഏറെ കൊള്ളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഇലന്തൂർ ഇരട്ടക്കൊലക്കേസ്. അതിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയുമ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എപ്രകാരമാണ്? രോഹിണി, ഈ ഇലന്തൂർ നരബലി കേസിലെ 1, 2, 3 പ്രതികളായിട്ടുള്ള മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ് ഒപ്പം തന്നെ ലൈല എന്നീ 3 പേരുടെ വിടുതൽ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ വിടുതൽ ഹർജി പരിഗണിക്കുന്നത്. ഈ ഹർജി ഇന്ന് തള്ളിക്കഴിഞ്ഞാൽ ഏതായാലും ഈ പ്രതികളെ ഇവരെ 3 പേരെയും പ്രതി ചേർത്തുകൊണ്ട് വിചാരണ കോടതി ഇവരെ പ്രതി ചേർക്കാനായിട്ട് സാധ്യതയുണ്ട്. ഏതായാലും ഈ പ്രതികൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം, ഈ തങ്ങളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണ്. തങ്ങൾക്കെതിരായിട്ട് തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിനെ പ്രോസിക്യൂഷൻ വലിയ രീതിയിൽ തന്നെ എതിർക്കുകയുണ്ടായിരുന്നു. പണം വാഗ്ദാനം ചെയ്ത് 2 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊലപ്പെടുത്തി എന്നുള്ളൊരു കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. ഇതിന് എതിരായിട്ട് പ്രതികൾക്കെതിരെ തെളിവുകളുണ്ട് എന്നുള്ള കാര്യങ്ങളും കോടതി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ 3 പ്രതികളുടെയും വിടുതൽ ഹർജി ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. കിരൺ, നമുക്കിതിൻ്റെ കേസിൻ്റെ സ്വഭാവം അറിയാം. ഏറെ കൊള്ളിളക്കം സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ഭീകരമായ തരത്തിലാണ്
പ്രതികളെന്ന് സംശയിക്കുന്ന ഈ 3 പേരും ആ കൊലപാതക കൃത്യം നിർവഹിച്ചതും. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹികമായ പ്രതിബദ്ധത കൂടിയുണ്ട് കോടതിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ. വിടുതൽ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ഇത്തരം കാര്യങ്ങൾ കൂടി മുഖവിലേക്ക് എടുക്കുകയില്ലേ? തീർച്ചയായിട്ടും രോഹിണി, നേരത്തെ ഈ പ്രോസിക്യൂഷൻ ഇവരുടെ ഈ വിടുതൽ ഹർജി എതിർത്തുകൊണ്ട് കോടതിയെ വ്യക്തമാക്കിയ ഒരു കാര്യം അന്ധവിശ്വാസത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള കൊലപാതകമാണ്. മാത്രവുമല്ല 2 സ്ത്രീകളെ പണം വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടുപോകുന്നു. ഇവർ ലോട്ടറി കച്ചവടക്കാരായിരുന്ന പത്മ ഒപ്പം തന്നെ റോസ്ലിൻ എന്നീ 2 പേരെയാണ് ഈ ഇത്തരത്തിൽ പണം വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ക്രൂരമായ കൊലപാതകം നടത്തുകയായിരുന്നു എന്ന കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ഇതിൽ 3 പേർക്കും തുല്യമായി തന്നെ പങ്കുണ്ട്. ഈ മുഹമ്മദ് ഷാഫിയാണ് ഇവരെ പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് ഇലന്തൂരിലുള്ള വീട്ടിൽ വെച്ച് ഈ ഭഗത് സിംഗിൻ്റെയും ഒപ്പം തന്നെ ലൈലയുടെയും വീട്ടിൽ വെച്ചായിരുന്നു ഈ ക്രൂര കൃത്യങ്ങൾ നടന്നിരുന്നത്. ഇതിൽ ലൈലക്കടക്കം നേരിട്ട് പങ്കുണ്ട്. ഈ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ ഇവരടക്കം ഇതിൽ പങ്കാളിയായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് കണ്ടെത്തിയിരുന്നത്. മാത്രവുമല്ല ഇവരുടെ വീടിൻ്റെ പറമ്പിൽ നിന്ന് തന്നെയാണ് ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നത്. ഇതിൽ പിന്നീട് ഇവർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു കേസാണ്, കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഈ വാദം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളെ വിടുതൽ ഹർജിയിൽ നിന്ന് ഒഴിവാക്കണം, ഇവരെ വിടുതൽ നൽകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ഇനി കോടതിയിൽ ഈ കാര്യത്തിൽ എന്ത് വിധി ഉണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും വലിയൊരു കോലിളക്കം സൃഷ്ടിച്ച ഒരു കേസ്. ആ കേസിൽ പ്രതികൾക്കെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. ഏതായാലും പ്രോസിക്യൂഷൻ 3 പേര് മാത്രമാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ശരി കിരൺ, ഇലന്തൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ കോടതി വിധി ഇന്ന്. കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഹർജി തള്ളിയാൽ പ്രതികൾക്കെതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തും. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുഗാന്തിനെ പിടികൂടാനാകാതെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പരിശോധന ഊർജിതമാക്കിയിട്ടും സുഗാന്തിനെ കണ്ടെത്താനായിട്ടില്ല. സുഗാന്ത് വിദേശത്തേക്ക് കടന്നോ എന്ന കാര്യത്തിലും അന്വേഷണ സംഘത്തിന് ഉറപ്പില്ല. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഇതുവരെ IB ഉദ്യോഗസ്ഥയുടെ സുഹൃത്തായ സുഗാന്തിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏറെ നാളുകളാകുന്നു. എന്താണ് പോലീസിനെ സംബന്ധിക്കുന്ന ഒരു വെല്ലുവിളി? രോഹിണി, സംഭവശേഷം ഒളിവിൽ പോയതാണ് സുഗാന്ത്. കുടുംബവുമായിട്ടാണ് ഒളിവിൽ പോയത്. ഈ ഒളിവിൽ പോയതിനു ശേഷം തുടർന്ന് ഇങ്ങോട്ട് സുഗാന്ത് എവിടെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് യാതൊരു വ്യക്തതയുമില്ല. കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്, പോലീസ് പറയുന്നത്. എന്നാൽ യാതൊരു വ്യക്തതയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനിടെ കുടുംബം പരാതി ഉന്നയിച്ചിരുന്നു, മറ്റു ചില കാര്യങ്ങൾ കൂടി പരാതി ഉന്നയിച്ചിരുന്നു. അതിൻ്റെ കൂടി അന്വേഷണം നടന്നു വരികയാണ്. ഇതെല്ലാം നടക്കുന്നതിനിടയിലാണ് ഒരു അഡ്വക്കേറ്റ് മുഖാന്തരം, വക്കീൽ മുഖാന്തരം ജാമ്യാപേക്ഷ സുഗാന്ത് സമർപ്പിക്കുന്നത്. ആ ജാമ്യാപേക്ഷയിൽ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവുമില്ല. എന്നാൽ ഈ IB ഉദ്യോഗസ്ഥയും താനും പ്രണയത്തിലായിരുന്നു, കല്യാണം കഴിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. കുടുംബവുമായി ഈ വിഷയം ആലോചിച്ചിരുന്നു. അതായത് ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബവുമായി തങ്ങളുടെ കുടുംബം, സുഗാന്തിൻ്റെ കുടുംബം ബന്ധപ്പെട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ജാമ്യ ഹർജിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സുഗാന്ത് എവിടെ എന്നതിന് പോലീസിന് വ്യക്തതയില്ല. കാരണം ഇനി വിദേശത്തേക്ക് കടന്നു, നേരത്തെ സംസ്ഥാനം വിട്ടുപോകാനടക്കം സാധ്യതയുണ്ടെന്നൊരു വിവരവും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും സുഗാന്ത് എവിടെ എന്നതിന് കൃത്യമായ ഒരു ഉത്തരം പോലീസിന് നൽകാൻ കഴിയുന്നില്ല. പോലീസ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അന്വേഷണം തുടരുന്നുണ്ട്. അതിനിടയിൽ കൊച്ചി IB യൂണിറ്റ് ഒരു പരാതി ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തിരുന്നു. സുഗാന്ത് നടത്തിയ വിവരവുമായി കൃത്യനിർവഹണത്തിന് ദോഷം വരുന്ന തലത്തിലടക്കം ആണ് പ്രവർത്തിച്ചതെന്നടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു പരാതി ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സാഹചര്യങ്ങളൊക്കെ തുടരുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് അന്വേഷണവും തുടരുന്നുണ്ട്. ശാരീരികമായ അടക്കം, ലൈംഗിക പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് എന്തായാലും ഈ സുഗാന്തിനെ പിടികൂടാനാകുന്നില്ല എന്നതുകൂടി പറയേണ്ടത്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
പത്തനംതിട്ട സ്വദേശിയായിരുന്നു ഈ മരണപ്പെട്ട IB ഉദ്യോഗസ്ഥ. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായിരുന്നു. 2 ആഴ്ച മുമ്പാണ് തിരുവനന്തപുരത്ത് ചാക്കയ്ക്ക് സമീപം റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇങ്ങോട്ട് അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിലാണ് ഈ കുടുംബം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതായത് ഈ IB ഉദ്യോഗസ്ഥ മരണപ്പെടുന്ന സമയത്ത് ബാങ്കിൽ ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടിൽ 80 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു സുഹൃത്തിന് നൽകുകയായിരുന്നു. സുഹൃത്ത് പലതവണ ഇത്തരത്തിൽ തുക ശമ്പളം വരുമ്പോഴെല്ലാം വാങ്ങിക്കും എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുകാന്തിനെ പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പരിശോധന ഊർജിതമാക്കിയിട്ടും സുകാന്തിനെ കണ്ടെത്താനായിട്ടില്ല. സുകാന്ത് വിദേശത്തേക്ക് കടന്നോ എന്ന കാര്യത്തിലും അന്വേഷണ സംഘത്തിന് ഉറപ്പില്ല എന്നുള്ളതാണ്. എന്തായാലും IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ IB ഉദ്യോഗസ്ഥയുടെ കുടുംബം ആരോപിക്കുന്നത് സുകാന്തിനെതിരെ ആണ്. വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം കൂടി ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കാരണം സുകാന്ത് ഏതൊക്കെ രീതിയിലാണ് IB ഉദ്യോഗസ്ഥയെ പേടിപ്പിച്ചത് മാനസികമായി എന്നുള്ള കാര്യത്തിലും ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. മന്ത്രി KB ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ച് പാലക്കാട് നഗരസഭ. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് നഗരസഭ നമ്പർ നൽകുന്നില്ല എന്ന് തെറ്റായ പ്രചാരണം നടത്തുന്ന മന്ത്രി ചട്ടങ്ങൾ പാലിച്ച് അപേക്ഷ നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്പർ നൽകുമെന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ E കൃഷ്ണദാസ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ വലിയ ലംഘനമാണ് KSRTC ബസ് സ്റ്റാൻഡിലെന്നും എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉത്തരവാദി മന്ത്രിയാണെന്നും E കൃഷ്ണദാസ് ആരോപിച്ചു. ഇന്നലെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശീതീകരിച്ച വിശ്രമമുറി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോഴാണ് പാലക്കാട് നഗരസഭ KSRTC ബസ് സ്റ്റാൻഡിന് നമ്പർ നൽകുന്നില്ല എന്ന ആരോപണവുമായി മന്ത്രി രംഗത്തെത്തിയത്. എന്നാൽ മന്ത്രി KB ഗണേഷ് കുമാർ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നതെന്ന് നഗരസഭ വൈസ് ചെയർമാൻ E കൃഷ്ണദാസ് പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതിനാലാണ് നമ്പർ നൽകാത്തത്. ബസ് സ്റ്റാൻഡിന് ഇതുവരെ ഫയർ NOC ലഭിച്ചിട്ടില്ല. കൂടാതെ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല എന്നും കക്കൂസ് മാലിന്യം പ്രദേശത്തെ ഹൗസിംഗ് കോളനിയിലേക്കാണ് ഒഴുക്കി വിടുന്നത് എന്നും നിരവധി കടകൾ നിർമ്മിച്ച് ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചിരിക്കുകയാണെന്നും നഗരസഭ വൈസ് ചെയർമാൻ E കൃഷ്ണദാസ് പറഞ്ഞു. അതിന് ഉത്തരവാദി ഇനി KSRTC നഗരസഭ അല്ല, KSRTC തന്നെയാണ്. അല്ല, അദ്ദേഹം തന്നെ ആയിരിക്കും. നിയമവിരുദ്ധമായി കെട്ടിട നിർമ്മാണം നടത്തി യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ലാതെ 5ഉം 6ഉം പെട്ടിക്കടകൾ അവിടെ നിരത്തി വെച്ച് ആ പെട്ടിക്കടകളിലൊക്കെ ചായയ്ക്ക് വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടി ഇത് ഏതെങ്കിലും ഒന്ന് കത്തിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിയായ ശ്രീമാൻ KB ഗണേഷ് കുമാറിനായിരിക്കും. KSRTC ഒക്യുപ്പൻസിക്ക് വേണ്ടി നമ്പർ ഇടാൻ പോലും ആദ്യം തയ്യാറായിരുന്നില്ല. വിവാദമായപ്പോഴാണ് നമ്പർ ഇടാൻ വന്നത്. മന്ത്രിക്ക് ഫയലുകളെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്തതിനാലാണ് തെറ്റായ കാര്യങ്ങൾ പറയുന്നതെന്നും എല്ലാ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും പാലിച്ച് നഗരസഭയിൽ അപേക്ഷ നൽകാൻ മന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലെന്ന്. ഇത് എന്താണ് ഫയലെന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഏതെല്ലാം വിധത്തിലാണ് ഇവിടെ നിയമവിരുദ്ധമായി കെട്ടിടം കെട്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. KSRTC ഓക്യുപ്പൻസിക്ക് വേണ്ടി നമ്പർ ഇടാൻ വേണ്ടി ആപ്ലിക്കേഷൻ പോലും തന്നിട്ടില്ല. ഇത് വിവാദമായപ്പോഴാണ് ഓടി വന്ന് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നത്, ഞങ്ങൾക്കൊന്ന് നമ്പർ ഇട്ട് തരണേന്ന്. പരിശോധിക്കുമ്പോഴാണ് എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നഗരസഭയ്ക്ക് KSRTCക്ക് നമ്പർ കൊടുക്കാൻ ഒരു വിരോധവുമില്ല. നിയമപ്രകാരം നിയമം പാലിച്ചുകൊണ്ട് ബിൽഡിംഗ് റൂൾ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ കടലാസുകളും കൃത്യമായി തന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം നമ്പർ ഇട്ട് കൊടുക്കാം. ഞാൻ KB ഗണേഷ് കുമാർ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. എല്ലാ ബിൽഡിംഗ് റൂൾസും പാലിച്ചുകൊണ്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തരികയാണെങ്കിൽ 24 മണിക്കൂറിനകം നമ്പർ ഇട്ട് കൊടുക്കാം. ഏതെല്ലാം വിധേനയാണ് നിയമവിരുദ്ധമായി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിയാതെയാണ് മന്ത്രി ഓരോന്നും വിളിച്ചു പറയുന്നതെന്നും അനധികൃത നിർമ്മാണം നഗരസഭയോട് പൊളിച്ചു നീക്കാൻ പറയുന്ന മന്ത്രി കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്ന് പോലും അറിയാതെയാണ് വിഡ്ഢിത്തങ്ങൾ പറയുന്നതെന്നും നഗരസഭ വിമർശിച്ചു.
ജനം, പാലക്കാട്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയ്ക്ക് വൻ തിരിച്ചടി. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളി. ഇന്ത്യയിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്നായിരുന്നു ഹർജിയിലെ വാദം. ഇതോടെ റാണയെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കം ഊർജിതമാക്കും. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും റാണ US സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ US സുപ്രീം കോടതി ഹർജി തള്ളി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? തീർച്ചയായും രോഹിണി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ഏപ്രിൽ 4-ാം തീയതിയാണ് US സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചതിന് ശേഷം അത് അംഗീകരിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി കോടതി അറിയിക്കുകയും ചെയ്തു. അതിന്റെ സർക്കുലർ പുറത്തുവരികയും ചെയ്തു എന്നാണ് ഇപ്പോൾ നൽകാനാകുന്ന ഏറ്റവും പുതിയ വാർത്ത. ഈ സംഭവ വികാസമാണ് ഇത് സംബന്ധിച്ച് തഹാവൂർ റാണയുടെ എക്സ്ട്രഡിഷൻ, അതായത് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നത്, നാട് കടത്തുന്നതിന് ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച അന്തിമമായ ഒരു തീരുമാനമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വിവിധങ്ങളായ നിയമ പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. സർക്യൂട്ട് കോർട്ടിലും അതുപോലെ തന്നെ കീഴ്ക്കോടതികളായ കൗണ്ടി കോടതികളിലെല്ലാം തന്നെ തുടർച്ചയായ നിയമ പോരാട്ടം അല്ലെങ്കിൽ നിയമപരമായ ഹർജികൾ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹർജികൾ നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി. സ്വാഭാവികമായും എല്ലാ ഹർജികളും തള്ളപ്പെട്ടപ്പോൾ ഭരണഘടനാപരമായ ചില അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ നൽകിയ ഹർജിക്ക് തൊട്ടു മുമ്പ് നൽകിയ ഹർജിയും തള്ളപ്പെട്ടതിന് ശേഷമാണ് ഒരു ദയാഹർജിക്ക് സമാനമായ ഒരു എമർജൻസി പെറ്റീഷൻ അദ്ദേഹം നൽകുകയും ചെയ്തത്. ഈ എമർജൻസി പെറ്റീഷൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നൽകിയത്. ഈ എമർജൻസി പെറ്റീഷൻ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പരിഗണിച്ചതിന് ശേഷമാണ് വളരെ കൃത്യമായ നിലപാട് US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും ഈ നാടുകടത്തലിനെ തടയാനാവില്ല എന്ന നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശന വേളയിൽ വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞിരുന്നു, ഈ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതിയെ ഭാരതത്തിന് കൈമാറുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്തരത്തിലൊരു നിർദ്ദേശം നിലനിൽക്കുമ്പോൾ, എക്സിക്യൂട്ടീവിന്റെ കൃത്യമായ അന്താരാഷ്ട്ര തലത്തിലൊരു നിർദ്ദേശം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു കുറ്റവാളിയെ ഇനിയും അവിടെ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ ഭാഗമായി സംരക്ഷിക്കുന്നത് നിയമപരമായി തെറ്റാകുകയും നീതികേടാവുകയും ചെയ്യുമെന്ന തിരിച്ചറിവ് കൂടി സുപ്രീം കോടതി തങ്ങളുടെ വിധിയിൽ അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ സ്വഭാവത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അധികം വൈകാതെ തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവസാനമായി, അതായത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് തന്നെ നാട് കടത്തുന്നത് എന്ന പേരിൽ തഹാവൂർ റാണ നൽകിയ അവസാനത്തെ ഹർജിയും തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തള്ളിയ സാഹചര്യം ഉണ്ടായ ആ പശ്ചാത്തലത്തിൽ തന്നെ അടിയന്തരമായി, അതായത് പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ NIA സംഘം അവിടെ എത്തുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അറ്റോർണി ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അധികം വൈകാതെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ഭാരതത്തിലെത്തും, ഭാരതത്തിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നത്. ഇനി അമേരിക്കയിൽ ഒരു സംരക്ഷണം തഹാവൂർ റാണയ്ക്ക് ലഭിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. രോഹിണി, ഐസൺ, അതോടൊപ്പം ഇത് നയതന്ത്രത്തിലെ ഒരു വിജയം എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ തഹാവൂർ റാണ ഭാരതത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭാരതത്തിന് എന്തെല്ലാം കാര്യങ്ങളിലാണ് നേട്ടമുണ്ടാക്കാൻ സാധിക്കുക? അതായത് ഇതിൻ്റെ ഗൂഢാലോചന, ഇതിൽ പങ്കാളികളായത്, ഇതിൽ പാകിസ്ഥാന്റെ പങ്ക്, ഇത്തരം നിർണായക ഘട്ടങ്ങളിലേക്ക് കൂടി ഭാരതത്തിന് തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ കൂടുതൽ കാര്യങ്ങളിലേക്ക്, ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഒരു കുറ്റാന്വേഷണത്തിന്റെ വശത്തിലും അതുപോലെ തന്നെ ഒരു നീതിന്യായ നടപടിയുടെ വശത്തിലും പരിശോധിക്കുമ്പോൾ രണ്ട് വശങ്ങളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുമാത്രമല്ല, നയതന്ത്ര തലത്തിൽ വൻ വിജയവുമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, കുറ്റാന്വേഷണ വേളയിൽ ഇയാളെ ഭാരതത്തിന് വിട്ടുകിട്ടി ഭാരതത്തിന്റേതായ നിരവധിയായ ഇന്റലിജൻസ് വിവരങ്ങളുണ്ട്. അതായത് ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളെ മാത്രം ബാധിക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ മറ്റു രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ഒരു രാജ്യത്തിനുമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യങ്ങളുടെ പരമാധികാരമാണ്. അത്തരത്തിൽ ഭാരതത്തിന്റെ കൈവശമുള്ള നിരവധിയായ തെളിവുകൾ ഇയാൾക്കെതിരെ ഉണ്ടാകും. ആ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ ഇടപെടൽ സംബന്ധിച്ചും പാകിസ്ഥാനിലെ മറ്റ് ഭീകര സംഘടനകളുടെ ഇടപെടൽ സംബന്ധിച്ചും അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് ഈ ഭീകരാക്രമണം അല്ലെങ്കിൽ ഈ മുംബൈ ആക്രമണം നടത്തിയത്, അതിന്റെ അൾട്ടിമേറ്റ് ആയ ലക്ഷ്യം എന്തെന്ന് സംബന്ധിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ സാധിക്കുമെന്ന ഒരു കുറ്റാന്വേഷണ തലത്തിലുള്ള ഒരു സംഭവമായിരിക്കും നടക്കുക. മറ്റൊരു സുപ്രധാന ഘടകം, ഭാരതത്തിൽ നടന്ന ഒരു കുറ്റത്തിനെ വിദേശിയായ അല്ലെങ്കിൽ കനേഡിയൻ പൗരനായ ഒരാളെ അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിച്ച് കൃത്യമായി വിചാരണ ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പുതിയ ചരിത്രമായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. കൃത്യമായും അതിലൊരു വിധി ഉണ്ടാകുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനെ വ്യക്തമായ ഒരു പ്രസിഡൻസ് ആയി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഒരു അക്കാഡമിക്കായ ഒരു വിധിയായി അത് മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റ് ഏറ്റവും സുപ്രധാന വിഷയം, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തീവ്രവാദ വിരുദ്ധ സഖ്യത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഭാരതം
കേരളം ആർജിക്കുന്ന ഏറ്റവും മികച്ച നയതന്ത്ര നേട്ടം കൂടിയാണിത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന്റെ ഈ ആവശ്യം അമേരിക്ക കൃത്യമായി പരിഗണിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവിടെ എത്തിയ സാഹചര്യത്തിൽ അമേരിക്കയിലെ സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ സംയുക്ത പ്രസ്താവനയിൽ ഇയാളെ ഭാരതത്തിന് കൈമാറും, ഭാരതത്തിൽ അയാൾ വിചാരണ നേരിടണമെന്ന് കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്, അതായത് ആഗോളതലത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തി അവരെ രക്ഷിക്കാനുള്ള ശ്രമം ഏതെങ്കിലും രാജ്യം നടത്തുകയാണെങ്കിൽ അത് സാധ്യമല്ലാത്ത, അതിനെ വഴങ്ങാത്ത ഒരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. തീർച്ചയായും അവരെ തിരിച്ചു കൊണ്ടുവരും. അതിനെ നയതന്ത്ര തലത്തിൽ ഏതറ്റം വരെയും പോകുന്ന ഇടപെടൽ ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദിയുടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നയതന്ത്ര തലത്തിലെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, നേരത്തെ രോഹിത് സൂചിപ്പിച്ചതുപോലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ പ്രഥമമായ ഒരു ഘടകം, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ചരിത്ര രചനയായി മാറാവുന്ന ഒരു വിധിന്യായം, അതിനു പുറമെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന തീവ്രവാദ വിരുദ്ധ സഖ്യം, G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലൊക്കെ G20 രാഷ്ട്രങ്ങളിലും ഏത് വിദേശ സന്ദർശനത്തിലും ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭീകര വിരുദ്ധ സഖ്യത്തിന്റെ നെടുനായകത്വം വഹിക്കാനുള്ളൊരു നീക്കം ഭാരതം നടത്തുന്നു. അതിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. തീർച്ചയായും നയതന്ത്ര തലത്തിലും നീതിന്യായ വ്യവസ്ഥയുടെ തലത്തിലും കുറ്റാന്വേഷണ തലത്തിലും വലിയ നേട്ടങ്ങൾ തന്നെയാണ് തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിക്കുന്നത്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. NIA ഇയാളെ അധികം വൈകാതെ ഭാരതത്തിൽ എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിചാരണ നടത്തുന്നതെല്ലാം തന്നെ അതീവ സുരക്ഷിത സംവിധാനങ്ങളിലായിരിക്കും. ഒരു പക്ഷേ ഇയാളെ വളരെ രഹസ്യമായി വിചാരണ ചെയ്യാനുള്ള സാധ്യത, അത്തരത്തിലല്ലെങ്കിൽ വളരെ കോൺഫിഡൻഷ്യലായ വിചാരണ നടപടികൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത, അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ ഉണ്ടാകും എങ്കിൽ കൂടി കൃത്യമായും നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഏറ്റവും വലിയ ഒരു വിധിന്യായമായി മാറാവുന്ന സുപ്രധാനമായ ഒരു വിഷയമായിരിക്കും ഇയാളുടെ വിചാരണ എന്ന കാര്യത്തിലും തർക്കമില്ല. രോഹിണി. അതെ, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. CPM തലപ്പത്ത് MA ബേബി എത്തിയതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേരള ഘടകം MA ബേബിയോട് എങ്ങനെ നിലപാട് തുടരും എന്ന് കണ്ടറിയണം. വ്യത്യസ്ത നിലപാടുകളുള്ള ബേബിയും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ബന്ധം ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, MA ബേബിയുടെ വരവ് ഏതു രീതിയിലായിരിക്കും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാകുക? അതായത് MA ബേബിയുടെ നിലപാടും കേരളത്തിലെ CPM രാഷ്ട്രീയവുമായി എങ്ങനെയായിരിക്കും? പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നവരും MA ബേബിയോട് വിരുദ്ധ അഭിപ്രായമുള്ളവരുടെയും ഒരു സമവാക്യം ഇനി എങ്ങനെയായിരിക്കും രൂപീകരിക്കുക? രോഹിണി, മധുര പാർട്ടി കോൺഗ്രസിന് ശേഷം അടിമുടി മാറ്റം സംസ്ഥാന CPM-ലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം MA ബേബി തലസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ സ്വീകരിക്കാൻ പോലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ദൃശ്യങ്ങളിലടക്കം അദ്ദേഹത്തിന്റെ അഭാവം ഉണ്ടാവുകയും ചെയ്തു. ഇത് അന്വേഷിച്ച മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ മറുപടി അദ്ദേഹം മധുരയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പാർട്ടിയുടെ സമ്മേളനം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം എല്ലാ നേതാക്കന്മാരും കേരളത്തിലേക്ക് മടങ്ങിയിട്ടും എന്തുകൊണ്ട് MV ഗോവിന്ദൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയില്ല എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് തുടരുകയാണ്. അതിനിടയിലാണ് MA ബേബി ഒരു ശക്തനായ നേതാവായി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് CPM-ന്റെ ദേശീയ നേതൃത്വത്തെ അടക്കം നിയന്ത്രിക്കുന്നതും കേരളത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നതും പിണറായി വിജയൻ പ്രധാന നേതാവായി അല്ലെങ്കിൽ പിണറായി വിജയന് കീഴിലുള്ള ഒരു കൂട്ടം നേതാക്കന്മാരാണ്. പക്ഷേ MA ബേബിയുടെ വരവോടുകൂടി ആ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ അടിമുടി മാറും എന്നുള്ളതിൽ സംശയമില്ല. പല ഘട്ടങ്ങളിലും സർക്കാരിനെ വിമർശിക്കാനും സർക്കാരിനെതിരെ നിലപാടുകൾ സ്വീകരിക്കാനും MA ബേബി തയ്യാറായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജിഷ്ണു പ്രണോയുടെ അമ്മ തലസ്ഥാനത്ത് സമരം നടത്തിയപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആഭ്യന്തര വകുപ്പും ഒപ്പം തന്നെ പോലീസും ജിഷ്ണു പ്രണോയുടെ അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായ സാഹചര്യത്തിലും അന്ന് സർക്കാരിനൊപ്പം നിൽക്കാതെ ജിഷ്ണു പ്രണോയുടെ അമ്മയെ പോയി നേരിട്ട് കാണുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്തൊരു നേതാവാണ് MA ബേബി. അത് മാത്രമല്ല 2 പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തിന്റെ കർമ്മഭൂമി കർമ്മമേഖല കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാൻ അദ്ദേഹം എത്തുമ്പോൾ ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിലടക്കം പറഞ്ഞുകൊണ്ട് നടന്നവർ പിന്നീട് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് PB അംഗം മാത്രമായിരുന്ന MA ബേബി ഇന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി ചുമതലയേറ്റ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളിൽ സർക്കാരിനെതിരെയുള്ള പല പരാമർശങ്ങളിലും ഭരണവിരുദ്ധ വികാരം അടക്കം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ മറുപടി പറയേണ്ട ഒരു നേതാവായി ഇനി PB അംഗം കൂടിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി മാറിയേക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ അദ്ദേഹം മുഴുനീള സമയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന ഓരോ ആക്ഷേപങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകേണ്ടി വരും. ആ മറുപടിയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള
മാസപ്പടി വിവാദം അടക്കം ഒരു ഭാഗത്ത് തുടരുന്നു, അന്വേഷണം അടക്കം SFIയുടെ ഭാഗത്ത് നിന്ന് തുടരുന്ന ഒരു സാഹചര്യം. ഇതിലടക്കം എന്ത് മറുപടി, എന്ത് പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലടക്കം സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുകയും മുഖ്യമന്ത്രിയുടെ